എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയൊരു LSS GK വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിത കലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനം എവിടെ? തൃശൂർ. തൃശൂർ. മിതാലി രാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിതാലി രാജ് വനിതാ ക്രിക്കറ്റ്. വനിതാ ക്രിക്കറ്റ്. സ്റ്റംപ് ഔട്ട് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റംപ് ഔട്ട് ക്രിക്കറ്റ്. സ്റ്റംപ് ഔട്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം പ്രചരിപ്പിച്ചത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്? PN പണിക്കർ. PN പണിക്കർ. ആർ പ്രജ്ഞാനന്ദ എന്ന അത്ഭുത ബാലൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർ പ്രജ്ഞാനന്ദ ചെസ്. ചെസ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? പയ്യന്നൂർ. ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. പത്തനംതിട്ട. വാളയാർ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാളയാർ സിമന്റ് വ്യവസായം. സിമന്റ് വ്യവസായവുമായി വാളയാർ ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സർക്കാരിന്റെ പ്രവാസി വകുപ്പിന്റെ പേര്? കേരള സർക്കാരിന്റെ പ്രവാസി വകുപ്പിന്റെ പേരാണ് നോർക്ക. നോർക്ക. വയനാട് ജില്ലയിലെ പ്രധാന ശുദ്ധജല തടാകം? പൂക്കോട് തടാകം. പൂക്കോട് തടാകം. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം? മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1895. 1895. കേരളത്തിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രം കൊച്ചിയിലാണ്. കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ. തിരൂർ മുതൽ ബേപ്പൂർ വരെ. തിരൂർ ബേപ്പൂർ. സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? സാഞ്ചി സ്തൂപം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപം. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം മത്സ്യ ഉൽപാദനം. മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം? കേരള PSC. തിരുവനന്തപുരം ജില്ലയിലെ തുളസി ഹിൽസ്. തിരുവനന്തപുരം തുളസി ഹിൽസ് പട്ടത്താണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം? അഷ്ടമുടിക്കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഗാനിമീഡ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ചെറായി കടപ്പുറം ഏത് ജില്ലയിലാണ്? ചെറായി കടപ്പുറം എറണാകുളം ജില്ലയിലാണ്. ചെറായി കടപ്പുറം എറണാകുളം. ദേശീയ വായനാ ദിനം എന്ന്? ജൂൺ 19. ദേശീയ വായനാ ദിനം ജൂൺ 19. അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിനാണ്? അധ്യാപക ദിനം ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആര്? ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടർ. രാജ്യസഭാ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സ്. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് ഉള്ളത്? ഉറുദു. സാരേ ജഹാംസെ അച്ച ഉറുദു ഭാഷയിലാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ബാംഗ്ലൂർ. വനഭൂമി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ്. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏത്? അറബിക്കടലിലുള്ള ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകളാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം
1857. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ശകവർഷ കലണ്ടർ. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരം. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം തെങ്ങ്. വ്യാഴവട്ടക്കാലം എന്നറിയപ്പെടുന്ന കാലയളവ് ഭൂമിയിലെ എത്ര വർഷത്തിനാണ്? ഒരു വ്യാഴവട്ടക്കാലം എന്ന് വെച്ചാൽ 12 വർഷം. 12 വർഷം. പൊയ്ക്കാൽ വേരുള്ള സസ്യം അരയാൽ. പൊയ്ക്കാൽ വേരുള്ള സസ്യമാണ് അരയാൽ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. പ്ലാറ്റിനം ജൂബിലി എന്നത് എത്ര വർഷമാണ്? പ്ലാറ്റിനം ജൂബിലി 75 വർഷം. ജലത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? മഴവെള്ളം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ, ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ. ഉത്തരം MS സുബ്ബലക്ഷ്മി. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത് കൃഷ്ണ PG. വിജയിക്ക് അഭിനന്ദനങ്ങൾ. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നുണ്ട്. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്?